പത്മകുമാറിൻ്റെ അറസ്റ്റിന് കാരണമായ വിഷയം എന്നത് ഈ എന്താണ് ഇതിൽ അജണ്ട തീരുമാനിച്ച, അതായത് ഈ യോഗം വിളിച്ചു ചേർക്കുമ്പോൾ ആ യോഗത്തിൻ്റെ അജണ്ട നിശ്ചയിച്ചറിയിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ നോട്ടീസിൽ അതിൽ ഈ സ്വർണം പൂശിയ ചെമ്പുപാളി എന്നതിന് പകരം ചെമ്പുപാളി എന്ന് തിരുത്തി എഴുതി എന്നുള്ളതാണ് ഒരാരോപണമായി നിൽക്കുന്നത്. ഒരു രേഖ ഇതിനപ്പുറത്തുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഇനി തുടർന്ന് കണ്ടെത്തേണ്ടതാണ്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിലും ഒന്നും അത്തരത്തിലുള്ള വിവരങ്ങളില്ല. പക്ഷേ തന്ത്രിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് മുന്നിൽ മൂന്ന് വിവരങ്ങൾ അത് നമ്മൾ ഓർത്തു പോകേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് തന്ത്രിയാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് തന്ത്രി അവിടേക്ക് എത്തിയത്? ഈ തന്ത്രി തന്നെയാണ്, കണ്ഠര രാജീവരാണ് ഈ ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെയും തന്ത്രി. അവിടുത്തെ ശാന്തിയായിരുന്നു ഈ പോറ്റി. അപ്പോൾ ആ വഴിക്കാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഈ സ്വർണം കൊണ്ടുപോയ രോധം ജുവലേഴ്സ് ഉണ്ടല്ലോ, അവർ നടത്തിയിരിക്കുന്ന അയ്യപ്പ പൂജ അതാരെ കൊണ്ടാണ് അവിടെ നടത്തിച്ചിരിക്കുന്നത്? ഈ തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരെ കൊണ്ടാണ്. അദ്ദേഹം അവിടെ ചെന്നിട്ടാണ് ഈ പൂജ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ രേഖയും ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള സംഗതിയാണ്, പുറത്തു വന്ന സംഗതിയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നല്ല, അത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് കണ്ഠര് രാജീവർ കൊടുത്ത കത്താണ്. അതായത് ഈ അറ്റകുറ്റപ്പണികൾ, ആ കത്തിൽ കൃത്യമായി പറയുന്നത് ശബരിമല ദേവസ്വം ശ്രീകോവിലിലെയും മറ്റ് ക്ഷേത്ര നിർമ്മിതികളിലെയും അറ്റകുറ്റപ്പണി സംബന്ധിച്ച് എന്ന വിഷയം ഇട്ടുകൊണ്ട് കൊടുത്ത കത്ത്. ആ കത്തിൽ വളരെ ക്ലിയറായി പറയുന്നത് ശ്രീകോവിലിൻ്റെ വാതിൽ, അതിൻ്റെ താഴെ ഭാഗത്തുള്ള വിടവുണ്ട്, അത് ഈ പറഞ്ഞതുപോലെ പുതുക്കേണ്ടതുണ്ട്, അത് നന്നാക്കേണ്ടതുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ അതിന് ശരിയായ പരിശോധന ആവശ്യമാണ്. ഒപ്പം ദ്വാരപാലകരുടെയും ഗണപതി നടയുടെയും ഒക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ള കത്ത് അദ്ദേഹം കൊടുത്തു. ഇത് കൊണ്ടുപോകാൻ കാരണമായ പ്രാഥമിക കത്ത് അദ്ദേഹത്തിൻ്റെ കത്ത് ഇവിടെയുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രേഖകൾ എന്ന നിലയ്ക്ക് ഈ രേഖകൾ ഇവിടെയുണ്ട്. പോറ്റിയുമായുള്ള ബന്ധത്തിന് തെളിവ് ഇവിടെയുണ്ട്. പോറ്റിയുമായി ചെറിയ ബന്ധമല്ല, പോറ്റിയുമായി മാത്രമല്ല, പോറ്റി സ്വർണം ഏൽപ്പിച്ച ജുവലറിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നതിനും തെളിവുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇതൊക്കെ എന്നോട് ഈ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് എഴുതി കൊടുത്തതാണ് എന്നൊന്നും പറഞ്ഞ് തന്ത്രിക്ക് ഒഴിവാകാൻ പറ്റില്ല.